സങ്കീർത്തനങ്ങൾ 17. നിഷ്കളങ്കൻ്റെ പ്രതിഫലം. കർത്താവേ, എൻ്റെ ന്യായം കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണു ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കാണുകയില്ല. എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവി ചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലതു കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. അവരുടെ അധരങ്ങൾ വൻപ് പറയുന്നു. അവർ എന്നെ അനുവാദനം ചെയ്യുന്നു. ഇതാ, എന്നെ വളഞ്ഞു കഴിഞ്ഞു. എന്നെ നിലംപതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ. പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ. കർത്താവെ, എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ നീചരിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കട്ടെ. നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. കർത്താവായ ദൈവമേ, അങ്ങ് എൻ്റെ ന്യായം ശ്രവിക്കുവാനായിട്ട് എൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം നൽകി എന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങൻ്റെ ഒരു അനുയാത്രികനായി എന്നോടൊപ്പം വസിക്കുവേണമേ. എൻ്റെ കാലടികളെ അങ്ങ് കാത്തു സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ സഹായകനായി എന്നോടൊപ്പം അങ്ങ് വസിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.